ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നതാ കറി വെക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബീഫാണ്. ആദ്യം വിചാരിച്ച് ബീഫ് വരട്ടാന്ന് കേട്ടോ. പിന്നെ പറഞ്ഞ ഹസ്ബൻഡ് പറഞ്ഞ് കുറച്ച് എല്ലും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കറി വെച്ചു, ബാക്കിയുള്ള പൊരിക്കുകയും ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ളതൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിയിലേക്കുള്ളത്. പിന്നെ വെള്ളപ്പാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. വെള്ളപ്പത്തിന് ഇത് പത്തിരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന വെള്ളപ്പാണ് കേട്ടോ. അടിപൊളിയാണ് അത്. പിന്നെ അതാ കറിക്കുള്ളൊക്കെ ഇതാ ഞാനിവിടെ ഉള്ളിയും തക്കാളിയും ചെറിയുള്ളിയൊക്കെയാണ് ഇട്ടത്. ഒക്കെ അരിഞ്ഞ് വെച്ച് മസാല തേച്ച് കുഴച്ച് വെച്ചതാണ് കേട്ടോ. ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇറച്ചി ഒരു 2-3 വിസിലടിച്ച് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് 2-3 വിസിലടിച്ചതിന് ശേഷം പൊരിക്കാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും അവിടെ പൊരിഞ്ഞ് റെഡിയായി വരുന്നുണ്ട്. ആദ്യം നമ്മൾ മസാലകളൊക്കെ ഇട്ടൊന്ന് 2-3 വിസിലടിച്ചെടുത്താൽ പിന്നെ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഞാനത് തേങ്ങ അരച്ചിട്ടാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളിയും ഒരു ഏലക്കായൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അതിനുശേഷം അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം മിക്സിയിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുളകിട്ടാലും അടിപൊളിയാണ്, തേങ്ങ അരച്ച് വെച്ചാലും ടേസ്റ്റാണ്. പത്തിരിക്കൊന്നും കൂടി തേങ്ങ അരച്ചാകുമ്പോൾ അടിപൊളിയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ ഇന്ന് അധിക വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഹസ്ബൻഡിന് വയ്യായിരുന്നു. അപ്പോൾ ഊരവേദനയായിട്ട് ഷോപ്പൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നു, കാണിക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വെള്ളപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂരി ഉണ്ടാക്കുന്നത് കേട്ടോ. ഹസ്ബൻഡിന് വെള്ളപ്പം വലിയ താല്പര്യമില്ല, അപ്പം കുറച്ച് പൂരിയും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളപ്പത്തിൻ്റെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അരിപ്പൊടി വെച്ചിട്ട് ഞാനൊരു 12:30-1 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ ആക്കി. ഇതൊരു 3:30 ആകുമ്പോഴത്തേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പം. ഒരു ദിവസം മുഴുവൻ തലേന്ന് ഉണ്ടാക്കി പിറ്റേന്ന് രാവിലേക്കും ഇത് ആ വെള്ളപ്പം ഉണ്ടാക്കി വെച്ചു നമ്മുടെ ബാലൻസ് ഉണ്ടായപ്പം അത് അത്രയും സോഫ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതാക്കാണ് കേട്ടോ. നന്നായിട്ട് ഒരുമിച്ച് ഇത്രയും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും അതേപോലെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ പൂരി അവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി വെള്ളപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടി വെച്ചിട്ട് ഇത്രയും സോഫ്റ്റുള്ള വെള്ളപ്പമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ സാധാരണ അരി അരിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കൽ, പക്ഷേ നല്ല പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പഴം നിറച്ച ഇന്നോട്ട് ഉണ്ടാക്കിയിട്ട് സ്നാക്സായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയമായിട്ടുണ്ട്. നാസിമോൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ കച്ചറ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴം നിറച്ചത് ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.